റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ശബരിമലയിൽ അവരുടെ പൂജനീയനായ പ്രയാർ ഗോപാലകൃഷ്ണനും കൊള്ളസംഘവും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പിനെക്കുറിച്ച് മുൻ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ കേട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും കിളിപോയി. പ്രത്യേകിച്ച് അതിഥിയായി വിളിച്ച സ്മൃതി പരുത്തിക്കാടിന്റെയും ഒപ്പം തന്നെ രാജു പി നായർ എന്ന കോൺഗ്രസുകാരന്റെയും. ന്യായീകരിക്കാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കോൺഗ്രസുകാർ ശബരിമലയെ വിശുദ്ധമാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശബരിമലയിൽ വന്ന മാറ്റം എന്താണെന്നും അതിനു മുന്നോടിയായിട്ട് കുത്തഴിഞ്ഞ അവസ്ഥ എന്തായിരുന്നു എന്നും സംഘടിതമായ കൊള്ള എങ്ങനെയാണ് അവിടെ നടന്നിരുന്നുവെന്നും തന്ത്രി എന്ന വ്യക്തിക്ക് മുന്നിൽ എങ്ങനെയാണ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പോയി സാഷ്ടാംഗം കിടന്നിരുന്നതെന്നും ആ സ്വാധീനത്തിന്റെ കൂടി സഹായത്താലാണ് ശബരിമലയിൽ ഇക്കണ്ട കാലം മുഴുവൻ തന്ത്രിയും മാഫിയ സംഘവും ഉൾപ്പെടുന്നവർ കൊള്ളയടിച്ചതെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ച പരുത്തിക്കാട് പോലും നാവിറങ്ങി ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. വന്ദേ മാതരം. സ്മൃതി, ഞാൻ 2015-16 കാലഘട്ടത്തിനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്ത് കൊടുത്തിട്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അവിടുത്തെ അഴിമതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരേ സമയം പിന്നെ ഒരു ദേവസ്വം മിനിസ്റ്ററുടെ അനിയന്, അയാൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, അയാളെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരുപാട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ശബരിമലയ്ക്ക് പുറത്ത് ഒരു IPS ഉന്നതൻ, പിന്നെ ഒരാൾ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഇവന്മാരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നെ ദേവസ്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഇവന്മാർ ഈ IPS ഉന്നതിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് ചെയ്തു. എനിക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷനൊക്കെ പറഞ്ഞ അവസാനം ദേവസ്വം ബോർഡ് ഹൈക്കോടതി തോട്ടത്തിൽ വീരാകൃഷ്ണ സാർ നേരിട്ട് അന്വേഷിച്ചു. സിംഗിൾ ഹാൻഡഡായിട്ട് വന്ന് എന്നെ പറ്റി അന്വേഷിച്ചു. ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചിട്ട് അവസാനം ഓർഡർ ഇറക്കി. അപ്പം അത് തോറ്റു കഴിഞ്ഞു. എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കുറുമുന്നണി, ഈ IPS ഉന്നതൻ, പിന്നെ ഞാൻ IPS ഉന്നതനെതിരായിട്ട് 20 വർഷം പോലീസിൽ ഫൈറ്റ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ IPS ഉന്നതൻ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, ഇവര് ചേർന്ന് പ്ലസ് ദേവസ്വം മിനിസ്റ്ററുടെ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററുടെ അനിയൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഭീകരമായ അഴിമതിയാണ് അവിടെ നടത്തിയത്. അതിനകത്ത് നമ്മുടെ തന്ത്രിയും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റഡാറിൽ തന്ത്രിയും തന്ത്രിയുടെ ശിഷ്യനും മേൽശാന്തിയും ഉണ്ടായിരുന്നു. ഞാൻ മേൽശാന്തിയെ കയ്യോടെ പിടിച്ചു. ഞാനും SI പ്രശാന്തും കൂടെ കയ്യോടെ പിടിച്ചു. പൈസ വാങ്ങിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷെ തന്ത്രിയെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ തന്ത്രിയെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ തന്ത്രിയുടെ കാലിൽ ഞാൻ നോക്കിയപ്പം അവിടെ ഇരുട്ടാണ്, ഒരാൾ കിടക്കുന്നു. അപ്പം ഇയാൾ കഷ്ടപ്പെട്ട് എണീക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി, ഇതാരാ ഈ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ തന്ത്രിയുടെ കാലിൽ കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പം അന്നത്തെ ദേവസ്വം സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സീനിയർ IAS ഓഫീസറാണ്. തന്ത്രിയുടെ കാലിൽ കിടക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾക്കെതിരായിട്ട് ഞാനന്ന് SP അല്ലേ, IPS ഓഫീസർക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൊടുത്തു, മറ്റേ ഇവർക്ക് കൊടുത്തു, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു. അവസാനം ഞാൻ ഈ പ്രയാർ ഗോപാലകൃഷ്ണന് ഞാൻ എഴുതി കൊടുത്തു, സാറിന് ഇവിടെയുള്ള സകല കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അടുത്താണ് സാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വിജിലൻസ് ചീഫാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് 7-8 പ്രാവശ്യം പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു ഫോർ 5 minutes. സാറ് എനിക്ക് തന്നില്ല. സാറിന് യുവമാരുടെ സംസാരിക്കാൻ സമയമുണ്ട്, ഞാൻ പോകുന്നു, ഇനി ഞാൻ ഇവിടെ തുടരില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അഴിമതി കാണിക്കുന്നത് തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇതിനെല്ലാത്തിനും ചൂട്ടുപിടിച്ച വ്യക്തിയാണ്. മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശിവകുമാറിന്റെ അനുജൻ അവിടുത്തെ പ്രധാന കക്കൽ വിദഗ്ധനായിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്ന് ശബരിമലയിൽ നിന്ന് കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും CPM പ്രവർത്തകരല്ല. അതിനകത്ത് ഈ കൊള്ള നടക്കുമ്പോൾ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന് ഒടുവിൽ ഈ കോക്കസ് അല്ലെങ്കിൽ ഈ മാഫിയ സംഘത്തിന്റെ സ്വാധീനത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ ജോലി ഉപേക്ഷിച്ച് മലയിറങ്ങേണ്ട ഗതികേട് വന്നു. നോക്കണേ,
ശബരിമലയിലെ ആ മാഫിയ സംഘത്തെ. ഈ മാഫിയ സംഘത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ ഇടപെടിച്ചുകൊണ്ട് ഈ രീതിയിൽ പൂട്ടിടാൻ പിണറായി സർക്കാർ ശ്രമം നടത്തുന്നത്. ഇങ്ങനെയുള്ള മാഫിയ സംഘം അവിടെ അടക്കി വാഴുമ്പോൾ ഇന്നലകളിലിരുന്ന ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് എന്തേ ചെയ്യാൻ കഴിയുള്ളൂ? ഇവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. തന്ത്രി അവസാന വാക്കായിട്ട് ഒരു കാര്യം കൽപ്പിച്ചു വിട്ടാൽ ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സ്വർണം അഴിച്ചു മാറ്റുന്ന അതിൽ ഒപ്പിടാതിരിക്കാൻ കഴിയുക? അവർ പറഞ്ഞ കാര്യങ്ങളെ അതേപടി ചെയ്തു ഒപ്പിട്ട് കൊടുത്തു ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ചട്ടം. പക്ഷേ ഈ മാഫിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ കൊള്ള സംഘം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഇങ്ങനെയുള്ള സംഘത്തെയാണ് ഇവിടെ ന്യായീകരിക്കാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മാധ്യമ ചർച്ചകൾ ഈ നാട്ടിലെ പൂണൂൽ കൊള്ളക്കാരന്മാരെയും ഒപ്പം തന്നെ തന്ത്രി കള്ളന്മാരെയും തുറന്നു കാട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ക്ഷേത്രങ്ങളിൽ വരുന്ന സ്വത്തുവകകൾ എങ്ങനെയാണ് സ്വന്തം നിലയ്ക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്, അതിന്റെ മറ പിടിച്ചിരുന്ന് എങ്ങനെയാണ് പണം അടിച്ചുകൊണ്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള തുറന്നു പറച്ചിലാണ് മുൻ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള SP യുടെ ഈ വാക്കുകൾ.